ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മിസ്രിയ ഫാമിലി വ്ലോഗ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ മട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്. ഇവയെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് വേവിക്കാനായി വെക്കാം. ഞാനിവിടെ 1 കിലോ അരി എടുത്തിട്ടുണ്ട്. ജീര റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കണം. പിന്നെ അതിനുവേണ്ടി തക്കാളി, സബോള, മല്ലിയില, പുതിനയില, തൈര്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഒരു ചെറുനാരങ്ങ. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വയ്ക്കാം. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിവിടെ 4 സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വേഗം വഴണ്ടി വരാൻ വേണ്ടി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഇവിടെ 2 ടേബിൾ സ്പൂൺ ഞാനിവിടെ മട്ടൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാനിവിടെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 6 തക്കാളി ഞാൻ സ്ലൈസായി കട്ട് ചെയ്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വഴണ്ടി വരണം. ആ സമയം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനയെല്ലാം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം മസാലയിലേക്ക്. പിന്നെ ഞാനിവിടെ വെള്ളം എടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഞാനിവിടെ 4 കപ്പ് റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിലേക്ക് പട്ടയും ഗ്രാമ്പു, ഏലക്ക, പിന്നെ കുറച്ച് പുതിനയില, ഉപ്പ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി നമ്മൾ കഴുകി വാരി വെച്ചതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. പാതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് മട്ടൻ ഇവിടുന്ന് മാറ്റിയിട്ടുണ്ട് ഗ്രേവി. നമുക്ക് കുറച്ച് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി ചോറ് ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് നെയ്യും
പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് പുതിന ഇല എല്ലാം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കി ചോറും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി മട്ടൺ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 20 മിനിറ്റ് ദമ്മിട്ട് വെക്കാം. അപ്പോൾ നമുക്കിത് ടൈറ്റായി അടച്ചിട്ട് നമുക്കിതൊന്ന് ദമ്മ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോറ് ദമ്മൊക്കെ മാറ്റിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം, പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റായ ഒരു ബിരിയാണി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്, നമുക്ക് വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടാൻ ശ്രമിച്ചത് നമ്മൾ സാധാ പാലക്കാട് ബിരിയാണി ഉണ്ടാക്കാനായിരുന്നു ഞാൻ നോക്കിയത്. പക്ഷെ പിന്നെ നമ്മൾ ആ മസാലയൊക്കെ ഇടുമ്പോൾ പിന്നെ നമ്മുടെ ആ ചട്ടിയിൽ എനിക്കത് വെന്ത് വരാൻ പറ്റിയില്ല, അത്രയും ചോറ്. അപ്പം ഞാൻ സെപ്പറേറ്റ് അതിന് ഞാൻ റൈസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയതായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തമ്പനയിൽ കൊടുത്തത്. അങ്ങനെ നമ്മുടെ ബിരിയാണി എന്തായാലും സംഭവം അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് എല്ലാം കൂടെ ഒക്കെ മിക്സ് ആക്കിയിട്ട് ഇപ്പോൾ നമ്മുടെ ചോറും ഇതൊക്കെ നമ്മൾ സാധാ ദമ്മ് ചെയ്യണ പോലെ ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി, അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. വീണ്ടും പുതിയ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു.